ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പപേടകത്തിൽ ഒരു പ്രേമവസന്തം നീ ഒതുക്കിയല്ലോ. അതിനുള്ളിൽ തുളുമ്പിയ മകരന്ത കണങ്ങളിൽ അഭിലാഷസാഗരങ്ങൾ തുളുമ്പിയല്ലോ. ഒരു കൊച്ചു ചുംബനത്തിൻ മണിപുഷ്പപേടകത്തിൽ ഒരു പ്രേമവസന്തം നീ ഒതുക്കിയല്ലോ. അതിനുള്ളിൽ തുളുമ്പിയ മകരന്ത കണങ്ങളിൽ അഭിലാഷസാഗരങ്ങൾ തുളുമ്പിയല്ലോ. ഒരു കൊച്ചു ചുംബനത്തിൻ. ഇതിപ്പോൾ സംഗീതവും സാഹിത്യവും കലയൊക്കെ പഠിച്ചവർക്ക് ഇല്ലാത്തൊരു കാലമാണ്. കാരണം ഇന്നൊരു വൈൽഡ് ലൈഫ് ജീവിതമാണ് നമ്മൾ ഭൂരിപക്ഷം പേരും നയിക്കുന്നത്. അമ്പലങ്ങളിലായാലും മറ്റ് ആരാധനാലയങ്ങളിലായാലും മറ്റേതെങ്കിലും ഫങ്ഷനുകളിലായാലും വളരെ വൈൽഡായിട്ടുള്ള പരിപാടികളും മ്യൂസിക്കുമാണ് ഇന്ന് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം ഈ പ്രൈവറ്റ് ബസ്സുകൾ യാത്ര ചെയ്യുമ്പോൾ പറയാം, അതിൽ ഇട്ടിരിക്കുന്ന മ്യൂസിക് കേട്ട് നമുക്ക് പ്രഷർ കൂടും. എനിക്ക് പണ്ട് നോർമലായിരുന്നു പ്രഷർ. ഈ ബസ്സിൽ കയറി ഈ പാട്ട് കേട്ട് പ്രഷർ ഇപ്പോൾ കൂടി, മരുന്ന് കഴിക്കേണ്ട സിറ്റുവേഷനാണ്. ഇത് പരിശോധിക്കാൻ ഇവിടെ ആരുമില്ല. കാരണം ഒരിക്കലും ഞാൻ ഈ ബസ്സിൻ്റെ ഈ പാട്ടിൻ്റെ വോളിയം കുറച്ച്, അല്ലെങ്കിൽ ഈ കേട്ട തൂറാൻ മുട്ടുന്ന പാട്ട് മാറ്റിയിട്ട് നല്ല ഇമ്പമുള്ള ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യൂ സാർ എന്ന് കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചു. പക്ഷെ അടുത്തിരിക്കുന്ന ഒരുത്തന് കൃമിയടി, എന്താണ് ഈ പാട്ടിൻ്റെ കുഴപ്പം, ഈ പാട്ടൊക്കെ അല്ലേ കേൾക്കേണ്ടത്. ഒന്നും മിണ്ടാകില്ല. കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന സംഗതി ഈ മ്യൂസിക്കിൻ്റെ കാര്യത്തിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് മലീമസമാണ്. ഉണ്ടാക്കി വിടുന്ന മ്യൂസിക്കൊക്കെ വളരെ അറഗൻ്റാണ്. നൊട്ടേഷൻ പോലും എന്തോ മിക്സ് ചെയ്ത് ഈ കടകളിൽ പണ്ട് സാമ്പാർ വയ്ക്കുമ്പോൾ അയാൾക്ക് പച്ചിലകളും ഒക്കെ ബാലൻസ് വരുന്ന കൂടി വെട്ടി അരിഞ്ഞിട്ടിട്ട് ഒരു സാമ്പാർ പോലെയാണ് ഈ മ്യൂസിക്. ഇതിനൊരു ഗ്രേഡിങ് വേണം. ഈ മ്യൂസിക് നമ്മളെ മനസ്സിനെ ബാധിക്കും, സ്വാധീനിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത വരും. ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലമുള്ള ആളുകൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അസ്വസ്ഥത വരും. ഇത് ഈ മൂഞ്ചി മോന്മാർക്ക് ഇതറിഞ്ഞൂടെ. ഇങ്ങനെ അങ്ങ് പാട്ട് കേട്ട് തൂറി എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് തൂറാൻ മുട്ടും. ബസ്സിൽ കയറി ഉടനെ ഈ പാട്ട് കേൾക്കും, ഉടനെ പെടുക്കാനും തൂറാനും മുടി. ചിലപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് ഇറങ്ങി വേറെ KSRTC ബസ്സിൽ കയറാം. അപ്പം ഇതിന് നിയന്ത്രണം വേണ്ടി പരിശോധിക്കേണ്ടവരാരും ഇത് പരിശോധിക്കുന്നില്ല. ഒക്കെ പരിശോധിക്കണമെന്നേ. ഈ വലിയ ശമ്പളം വാങ്ങി വിഴുങ്ങി കിടന്നിരിക്കാനില്ല. അവനെൻ്റെ ഡ്യൂട്ടി ചെയ്യണം എന്നാണ് എനിക്ക് വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇടയ്ക്കിടയ്ക്ക് സ്ക്വാഡ് പരിശോധന വേണം. അതാണ് വേണ്ടത്. അപ്പോൾ സംഗീതം ദിവ്യ ഔഷധമാണ്. ഇത് പഠിച്ച് തൊഴിലാക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് അവസരമൊന്നുമില്ല. ഈ ചാനലുകാരൊക്കെ വിളിച്ചിരുത്തി അങ്ങനെയൊക്കെ നടത്തുമ്പോൾ പൈസയൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ തരാം കോമഡി, ഇപ്പോഴത്തെ ട്രെൻഡ് കോമഡിയാണ്. ഈ കലാകാരന്മാർ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് പലരും ഹൃദയം തൊട്ടി ചാവണവന്മാരുമുണ്ട്. വലിയ വരുമാനമൊന്നുമില്ല. ഇന്ന് വളരെ വളരെ ബുദ്ധിമുട്ടാണ് കല കൊണ്ട് ജീവിക്കാൻ. അപ്പോൾ കല ഒരു സൈഡ് ഹോബി ആയിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് കുഴപ്പമില്ല. ഞാനീ പാട്ടൊക്കെ മൂളിപ്പാട്ട് പാടാൻ നല്ല മലശോധന കിട്ടും. കക്കൂസ് ഇരുന്നാൽ ബിസ്കു എന്ന് തൂറാൻ പറ്റും എന്നുള്ള ഒറ്റ ഇതാണ് ഞാൻ ഈ മൂളിപ്പാട്ട്. ഞാൻ സംഗീതവും പഠിച്ചിട്ടില്ല. എന്നാൽ പാട്ട് കേൾക്കുമ്പോൾ ഒരു കൊച്ചു ചുംബനത്തിൻ നല്ല ഇമ്പമുള്ള ഗാനങ്ങൾ പാടുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഇങ്ങനെ നല്ല മലശോധന. ആ ഒരൊറ്റ ഉപയോഗം പാട്ട് കൊണ്ടും അല്ലെങ്കിൽ സംഗീതം കൊണ്ടും എനിക്കുള്ളൂ. ഞാൻ വലിയ ഗായകനോ കലാകാരനോ ഒന്നുമില്ല. പക്ഷെ സംഗീതം ഒരു ദിവ്യ ഔഷധമാണ് എന്നെ സംബന്ധിച്ച്. നിങ്ങൾക്കും അങ്ങനെ ആകട്ടെ, അല്ലെങ്കിൽ ആകണം. നിങ്ങൾക്കും അതുപോലെ ആകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സംഗീതത്തിന് ഒരു ഓപ്പറേഷൻ തൂഫാൻ നടത്തണം. പാട്ടറിയുന്നവൻ പാട്ട് ചെയ്താൽ മതി, പഠിച്ചവൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടാക്കി മലീമസമാക്കി പ്രകൃതിയിലിട്ടിട്ട് ഈ ആളുകൾ തൂറാനും പെടുക്കാനും
നിർബന്ധിതരാക്കുന്ന രീതി മാറണം. നല്ല നല്ല ആർട്ടിസ്റ്റുകൾ പാടിയാൽ മതി, പഠിച്ചവൻ അത് പ്രസൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും കണാകുണ കാണിച്ച് ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പടച്ചു വിട്ടാൽ അത് ശരിയാവില്ല സാർ. ആ ഗവൺമെൻറ് അത് ശ്രദ്ധയോടെ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.